തോട്ടം ഭൂമിയാണെന്ന് BTR രേഖപ്പെടുത്തിയത് മൂലം വായ്പ പുതുക്കാനാകാതെ ജപ്തി ഭീഷണി നേരിടുകയാണ് ഉപ്പുതറയിലെ കർഷകർ. 6 സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട ഭൂമി വിൽക്കുവാനോ പണയപ്പെടുത്തുവാനോ പോലും കഴിയാത്ത അവസ്ഥയാണ്. തോട്ടം ഭൂമി തരമാറ്റുവാൻ സംബന്ധിച്ച് ഗവൺമെന്റ് ലാൻഡ് റിസപ്ഷൻ സ്പെഷ്യൽ ഓഫീസർ MG രാജമാണിക്യം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2015 ഫെബ്രുവരി 23-ന് ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ് കരം സ്വീകരിക്കുന്നത് തടഞ്ഞ ഉത്തരവിറക്കിയത്. തോട്ടം ഭൂമി മുറിച്ചു വിൽക്കരുതെന്ന അടിയാധാരത്തിലെ വ്യവസ്ഥയുടെ പേരിൽ 1963-ലെ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചെന്ന കാരണം പറഞ്ഞായിരുന്നു ലാൻഡ് റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവ്. ഇതോടെ ഉപ്പുതറ വില്ലേജിലെ 338, 274, 917, 794, 800, 594 എന്നീ 6 സർവേ നമ്പറുകളിലെ ഭൂമിയാണ് ഉത്തരവിന് വിധേയമായത്. എന്നാൽ 1949 മുമ്പ് കമ്പനിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങി കരമടച്ച് എല്ലാ ക്രയവിക്രയങ്ങളും നടത്തിവന്നിരുന്ന ഭൂമിയാണിത്. മാറ്റിയിരിക്കുന്ന 6 സർവേ നമ്പറുകളും കൃഷിഭൂമിയാണ്. അതായത് 50 വർഷത്തിനും 60, 70 വർഷത്തിനും മുമ്പ് മുതൽ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമികൾ വിൽക്കുവാനോ പോക്കുവരവ് ചെയ്യുവാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണ്. വീട്, വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി എല്ലാ നിർമ്മാണത്തിനും ഇപ്പോഴും അനുമതി കിട്ടുന്നില്ല. ഇതുകാരണം ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുവാനോ പഴയ വായ്പകൾ പുതുക്കുവാനോ കഴിയുന്നില്ല. മുമ്പെടുത്ത വായ്പയിൽ ബാങ്കുകൾ ജപ്തി നടപടി തുടങ്ങിയതോടെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഇവിടുത്തെ കർഷക കുടുംബങ്ങൾ. പുതുക്കാൻ മേലാത്ത സാഹചര്യങ്ങൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ എടുത്ത ലോണുകൾ വളരെയധികം കുടിശ്ശികയായി വസ്തു ലേലം ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. എടുത്തിരിക്കുന്ന മുതൽ മാത്രം അടച്ചുകൊണ്ട് പലിശയും പിഴപലിശയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് കൃഷിക്കാരുടെയോ അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന ആളുടെയോ കുഴപ്പമല്ല. അടിയാധാരത്തിൽ ഇത്രയും ഭൂമി കുറവ് ചെയ്യുന്ന നയപരമായ സർക്കാർ തീരുമാനമുണ്ടായാൽ പ്രശ്നത്തിന് പരിഹാരമാകും. എന്നാൽ ഭരണ പ്രതിപക്ഷ കക്ഷി പ്രതിനിധികൾ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരെ കണ്ട് നിവേദനം നൽകുകയും 60 ദിവസം കുടിൽ കെട്ടി സമരം നടത്തുകയും ചെയ്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല. ആകെയുള്ള കിടപ്പാടങ്ങളും ബാങ്കുകൾ ജപ്തി ചെയ്യുവാൻ നടപടി ആരംഭിച്ചതോടെ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിലാണ് ഉപ്പുതറയിലെ നിരവധി കുടുംബങ്ങൾ. മുട്ടാൻ ഇനി ഒരു വാതിലും ബാക്കിയില്ല. സർക്കാർ ഇടപെടൽ മാത്രമാണ് ഇക്കാര്യത്തിൽ ഏക പോംവഴി. അതിനുള്ള കാത്തിരിപ്പിലാണ് ഇവിടുത്തെ ജനങ്ങളും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.